നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം 1ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നതാണ് 1ാമത്തെ ചാപ്റ്ററിന്റെ പേര്. 20 ചാപ്റ്ററോളം ഉണ്ട് ഈ ഒരു 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ. നമ്മൾ ഓരോ ദിവസം വിവിധ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ട് പോകും. അപ്പൊ ഇത്രയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളിൽ നിന്ന് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മൈക്രോസ്കോപ്പിന്റെ ധർമ്മം വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ. മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് വസ്തുക്കൾ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളാണ് നോബുകൾ, ഐപീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ തുടങ്ങിയവ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളാണ് നോബുകൾ, ഐപീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ തുടങ്ങിയവ. എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നു. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സൂര്യപ്രകാശം പ്രതിപതിക്കുന്നതിനുള്ള മൈക്രോസ്കോപ്പിന്റെ മിററാണ് സമതല ദർപ്പണം. സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള മൈക്രോസ്കോപ്പിന്റെ മിറർ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സമതല ദർപ്പണമാണ്. കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള മൈക്രോസ്കോപ്പിലെ ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള മൈക്രോസ്കോപ്പിലെ ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. മൈക്രോസ്കോപ്പിൽ സ്റ്റേജിന്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസിന്റെ ഉപയോഗം പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈക്രോസ്കോപ്പിൽ സ്റ്റേജിന്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസർ ലെൻസിന്റെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. മൈക്രോസ്കോപ്പിൽ കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രത്തിന്റെ ധർമ്മം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. മൈക്രോസ്കോപ്പിൽ കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രത്തിന്റെ ധർമ്മം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി 10x ആൻഡ് 45x. ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി 10 ആൻഡ് 45 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക്. കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ റോബർട്ട് ഹുക്ക് വിശേഷിപ്പിച്ചത് കോശം എന്നാണ്. കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ റോബർട്ട് ഹുക്ക് വിശേഷിപ്പിച്ചത് കോശമെന്നാണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം കോശവിജ്ഞാനീയമാണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം കോശവിജ്ഞാനീയം. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത് റോബർട്ട് ബ്രൗൺ ആണ്. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിശേഷിപ്പിച്ചത് റോബർട്ട് ബ്രൗൺ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ക്ലീഡൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ക്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാവുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത് റുഡോൾഫ് വിർഷോ ആണ്. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാവുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത് റുഡോൾഫ് വിർഷോ.
കോശസിദ്ധാന്തം രൂപപ്പെടുത്തിയത് എം.ജെ. ശ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. കോശസിദ്ധാന്തം രൂപപ്പെടുത്തിയത് എം.ജെ. ശ്ലീഡനും തിയോഡർ ഷ്വാനുമാണ്. കോശസിദ്ധാന്തം മുന്നോട്ട് വച്ച ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശസിദ്ധാന്തം മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്നിവ. ഇനി കോശത്തിന്റെ ജീവിതധർമ്മങ്ങളാണ്. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നുണ്ട്, പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നുണ്ട്, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നുണ്ട്. കോശത്തിന്റെ ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു എന്നിവയാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർന്ന് എന്തു പറയുന്നു? ജീവദ്രവ്യം എന്നാണ് പറയാ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർന്ന് എന്തു പറയുന്നു? ജീവദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം കോശദ്രവ്യം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയാറുള്ളത്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയോൺ. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയോൺ. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയോൺ ആണ്. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയോൺ. മൈറ്റോകോൺട്രിയോൺ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയാണ്. മൈറ്റോകോൺട്രിയോൺ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം കരള്, തലച്ചോറ്, പേശികൾ എന്നിവയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പദാർത്ഥ സംവഹനം നടക്കുന്ന കോശത്തിലെ ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. പദാർത്ഥ സംവഹനം നടക്കുന്ന കോശത്തിലെ ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിലെ ഏതു ഭാഗമാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിലെ ഏതു ഭാഗമാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാലാണ്. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന ഭാഗമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന ഭാഗമാണ് റൈബോസോം. ഫേനം ആവരണം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ടോണോപ്ലാസ്റ്റ് കൊണ്ടാണ്. ഫേനം ആവരണം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട്? ടോണോപ്ലാസ്റ്റ് കൊണ്ട്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശത്തിന്റെ ഭാഗമാണ് ഫേനം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശത്തിന്റെ ഭാഗം ഫേനമാണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്ന ഭാഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന ഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു.
പ്രകാശ സ്രോതസ്സിനു പകരം ഇലക്ട്രോണുകളെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോശങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചത് ഏത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചപ്പോഴാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചപ്പോഴാണ്. കോശാംഗങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചത് ഏത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചപ്പോഴാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചപ്പോഴാണ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം മർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം മർമ്മം അഥവാ ന്യൂക്ലിയസ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മത്തിന്റെ ഭാഗം മർമ്മകമാണ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മത്തിന്റെ ഭാഗം മർമ്മകം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് മർമ്മരന്ധ്രം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് മർമ്മരന്ധ്രം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരമാണ് മർമ്മസ്തരം. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരമാണ് മർമ്മസ്തരം. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന ജീനുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ക്രൊമാറ്റിൻ ജാലികയാണ്. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് ബാക്ടീരിയ, സയാനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? യൂക്കാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? യൂക്കാരിയോട്ടുകൾ എന്ന് പറയുന്നു. യൂക്കാരിയോട്ടുകൾ ഏതൊക്കെയാണ്? അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ തുടങ്ങിയവയാണ്. യൂക്കാരിയോട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് അമീബ ഉണ്ടാവും, ജന്തുക്കൾ ഉണ്ടാവും, സസ്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് വർണ്ണധാര്യ സ്ഥലങ്ങൾ എന്ന് ചോദിച്ചാല് ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്ന സ്ഥലം. എന്താണ് വർണ്ണധാര്യ സ്ഥലങ്ങൾ എന്ന് ചോദിച്ചാൽ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്ന സ്ഥലമാണ് വർണ്ണധാര്യ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവകണങ്ങൾ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ജൈവ കണങ്ങൾ. ജൈവകണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം എന്നിവയാണ്. ജൈവകണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വർണ്ണകണം, ശ്വേതകണം, അതേപോലെ ഹരിതകണവും ഉണ്ട്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണം ഹരിതകണം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്ന ജൈവകണമാണ് വർണ്ണകണം. വർണ്ണം നൽകുന്നത് വർണ്ണകണം. പൂക്കള്, ഫലങ്ങള് എന്നിവയ്ക്ക് നിറം നൽകുന്ന ജൈവകണം വർണ്ണകണമാണ്. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകണം സാന്തോഫിൽ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകണം സാന്തോഫിൽ. മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ്, ഇതൊക്കെ PSCക്ക് നിരന്തരം ചോദിക്കുന്നതാണ്, കരോട്ടിൻ. മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകണം കരോട്ടിനാണ്. ചുവപ്പ്, പർപ്പിൾ നിറം നൽകുന്ന വർണ്ണകണമാണ് ആന്തോസയാനിൻ. ചുവപ്പ്, പർപ്പിൾ നിറം നൽകുന്ന വർണ്ണകം ഏതാണെന്ന് എന്ന് ചോദിച്ചാൽ അത് ആന്തോസയാനിൻ ആണ്. നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് സെൻട്രോസോം.
ജന്തുക്കളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. സെൻട്രിയോണുകൾ കാണപ്പെടുന്ന ഭാഗം സെൻട്രോസോമാണ്. എളുപ്പമാണ്. സെൻട്രിയോണുകൾ എവിടെ കാണപ്പെടുന്നു? സെൻട്രോസോമിൽ കാണപ്പെടുന്നു. സെൻട്രിയോണുകളുടെ ധർമ്മം കോശവിഭജനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. സെൻട്രിയോണുകളുടെ ധർമ്മം കോശവിഭജനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു എന്നിവയാണ്. ജന്തുകോശത്തിനുള്ളിൽ പ്രവേശിക്കേണ്ട അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ലൈസോസോമാണ്. ജന്തുകോശങ്ങളുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങളാണ് ലൈസോസോം എന്നുള്ളതും കൂടെ ഇവിടെ ഓർത്തിരിക്കുക. 60 ചോദ്യങ്ങളോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ചോദ്യം എന്ന് എടുത്തു പറയാത്തത് എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. LGS, LD, LPUP എല്ലാ ഭാഗത്തു നിന്നും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് പഠിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.